ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 5-in-1 സോക്കറ്റാണ്. അതായത് നമുക്ക് പവർ പ്ലഗ്, അതായത് 32 ആംസ് അല്ലെങ്കിൽ 16 ആംസിൻ്റെ പ്ലഗ് നമുക്ക് യൂസ് ചെയ്യുന്നെങ്കിൽ പവർ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഓപ്പണായിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഈ ടൈപ്പ് പ്ലഗ് നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. 5-in-1 എന്ന് പറയുന്നതാണ് പറയുന്നത്. അത് ഒറ്റ മോഡ്യൂളായിട്ടാണ് വരുന്നത്. അതായത് ഒറ്റ മോഡ്യൂളിൽ തന്നെ ഫ്യൂസ് വരുന്നുണ്ട്, അതിൻ്റെ സ്വിച്ച് പ്ലഗ് സോക്കറ്റും അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിൻ്റെ ആംപിയർ 16 ആംസാണ് മാക്സിമം വരുന്നത്. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഏകദേശം അതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത് കണ്ടോ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. 256 കൊടുത്തിരിക്കുന്നത്. 16 ആംസ് 6 ആംസ് ടു 16 ആംസ് സോക്കറ്റ് 240 വോൾട്ടേജാണ് മാക്സിമം കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കിത് പുറമേ എവിടെയെങ്കിലും പവർ പ്ലഗ് വെക്കണമെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് തന്നെ വേറെ സ്വിച്ച് പ്ലഗ് കാര്യങ്ങളൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ 5-in-1 എന്ന് പറയുന്ന ഒറ്റ ബോക്സ് മാത്രം കൊടുത്താൽ മതി. ആ ബോക്സിന് ഒറ്റ മോഡ്യൂളായിട്ടാണ് വരുന്നത്. ആ മോഡ്യൂളിലേക്ക് നമുക്ക് വരുന്ന കണക്ഷൻസ് മാത്രം കൊടുത്താൽ മതി. ഇനി ആ കണക്ഷൻ എങ്ങനെ കൊടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ എർത്ത് കാര്യങ്ങൾ വരുന്നുണ്ട്. എർത്ത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ മോഡ്യൂളിൻ്റെ, അതായത് പവർ പ്ലഗിൻ്റെ ആ എർത്തിൻ്റെ മോഡ്യൂളിൽ കാണുന്നുണ്ട്. ആ സെൻറ്ററിലുള്ള പോയിന്റിലേക്ക് നമ്മൾ കൊടുക്കുന്നു. എർത്ത് കൊടുത്തു. ഇവിടെ എർത്ത് വയറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പച്ച വയറാണ് എടുത്തിരിക്കുന്നത്. പച്ച വയർ നമ്മൾ ഇതിലേക്ക് കൊടുത്തു. വേറൊരു പവർ പ്ലഗ് കൂടി ഉണ്ട്, അതുകൊണ്ടാണ് കീറി ഇറങ്ങി പോകുന്നത്. 2 പച്ച വന്നിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് അടുത്തതിലേക്ക് പോകുന്നു. ആ DBയിൽ നിന്ന് കാര്യങ്ങളൊക്കെ വരുന്ന പവർ പ്ലഗിൻ്റെ നേരെ കൊടുത്തു. ഇനി അതിനുശേഷം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രാണ് വരുന്നത്. ന്യൂട്രകളെല്ലാം ലിങ്ക് ചെയ്ത് നമ്മൾ കൊടുത്തു. ഇനി അതിനുശേഷം ഫേസാണ് വരുന്നത്. ഫേസ് നമ്മൾ കൊടുക്കുന്നത് നേരെ ഫ്യൂസ് യൂണിറ്റിലേക്കാണ് വരുന്നത്. ഫ്യൂസ് വരുന്നുണ്ട്. ഫ്യൂസ് ഇട്ടതിന് ശേഷമാണ് നേരെ സ്വിച്ചിലേക്ക് വരുന്നത്. ആദ്യമേ തന്നെ ഫ്യൂസിലേക്ക് വരുന്നു. ഫ്യൂസിൽ നിന്ന് കൺട്രോൾ ചെയ്തതിന് ശേഷം നേരെ സ്വിച്ചിലേക്ക് വരുന്നു. സ്വിച്ചിൽ നിന്നും നേരെ കൺട്രോൾ ചെയ്തിട്ട് പ്ലഗ് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് കൊടുക്കുന്നത്. അതെപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. ഏത് ഡിവൈസ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് റൈറ്റ് സൈഡ് ആയിരിക്കണം ഫേസ് കൊടുക്കേണ്ടത്. അതൊരു സ്റ്റാൻഡേർഡാണ്. കാരണം നമ്മൾ ഏത് പ്ലഗ് 3-pin പ്ലഗുകൾ ഏതെടുത്താലും അതിൻ്റെ റൈറ്റ് സൈഡ് ഫേസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂട്ര അതിലേക്ക് ലിങ്ക് ചെയ്ത് വരുന്നതുകൊണ്ട് ന്യൂട്രയിലേക്ക് നമ്മൾ ലെഫ്റ്റ് സൈഡാണ് കൊടുക്കുന്നത്. അടുത്ത ബോക്സിലേക്ക് പോകുന്നതുകൊണ്ട് ലിങ്ക് ചെയ്ത് വരുന്നതുകൊണ്ട് അടുത്ത ഇതിലേക്ക് പോകുന്നു. അപ്പോൾ അതെടുത്തതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡാണ് പ്ലഗ് സോക്കറ്റിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്നു. പിന്നെ നമ്മൾ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കണ്ട സ്വിച്ചിൻ്റെ ഒരു പ്ലസ് മൈനസ് ഒരു പവറിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. പവർ നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് തെളിഞ്ഞിട്ടുണ്ടോ പവർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ലൈറ്റ്, അത് സാധാരണ പോലെ തന്നെ ന്യൂട്രലിലേക്ക് എണ്ണം കൊടുത്തു. ആ ലൈറ്റിന് 2 വയറാണ് വരുന്നത്. ഒന്ന് ന്യൂട്രലിലേക്ക് കൊടുത്തു, ഒന്ന് നമ്മുടെ സ്വിച്ച് വഴി കൺട്രോൾ ചെയ്ത് വരുന്നതിലേക്ക് കൊടുക്കുക. അതായത് സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്താണ് അത് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് അതിലേക്ക് വരുന്ന രീതിയിൽ സപ്ലൈ വരുന്ന റൈറ്റ് സൈഡ് നമ്മൾ പ്ലഗിൽ സോക്കറ്റിൽ എന്ന് മാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് അതിലേക്ക് നമ്മൾ കൊടുത്തു. ഇനി അടുത്ത സെക്ഷൻ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ പവർ പ്ലഗ് തന്നെയാണ് നമ്മൾ വീണ്ടും അപ്പുറത്ത് ഒന്നോടി വെച്ചിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് ഓപ്പൺ പുറമേ വരുന്ന പ്ലഗ് ആയതുകൊണ്ട് നമ്മൾ 2 കൂടി കൊടുത്തിട്ടുണ്ട്. ഇതേ സെയിം കണക്ഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.